എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അതായത് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ട് എപ്പോഴാണ് പറ്റുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അപേക്ഷ അവസാനിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷ നൽകാൻ സാധിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഓപ്ഷൻ നൽകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുകൂടാതെ തന്നെ വിവിധ ഓട്ടോണമസ് കോളേജുകൾ, അതായത് മഹാരാജാസ്, MES ഇതുപോലെ വിവിധ ഓട്ടോണമസ് കോളേജുകളും നിലവിൽ അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഓട്ടോണമസ് കോളേജുകൾ ആണെങ്കിൽ അതത് കോളേജുകളുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് നോക്കാം. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 17-ാം തീയതി വരെയാണ്, അതായത് ജൂൺ 17-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 9-ാം തീയതിയാണ്. അതായത് ജൂൺ 9-ാം തീയതിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ അടുത്തത് MG യൂണിവേഴ്സിറ്റിയാണ്. MG യൂണിവേഴ്സിറ്റിയുടേത് അതായത് ജൂൺ 7-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതായത് ജൂൺ 7-ാം തീയതിയാണ്. അതുപോലെ തന്നെ നിലവിൽ അടുത്തതായിട്ട് കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ജൂൺ 15-ാം തീയതിയാണ്. അതായത് ജൂൺ 15-ാം തീയതിയാണ് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുമ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അപേക്ഷ അവസാനിക്കുന്ന ഡേറ്റിന് മുമ്പ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അപ്ലിക്കേഷനിൽ നിങ്ങൾക്കൊരു യൂസർ നെയിം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ ഉണ്ടാവും. അപ്പോൾ ആ ഒരു യൂസർ നെയിം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് ഇവ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷനിൽ വേണ്ട എഡിറ്റും കാര്യങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഡേറ്റിന് ശേഷം എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ നിങ്ങൾക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 9-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജൂൺ 9-ാം തീയതിയാണ്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയുടേതാണെങ്കിൽ 7-ാം തീയതിയാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേത് പറഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് വരുന്നത്. അതായത് കേരള യൂണിവേഴ്സിറ്റി ജൂൺ 15, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജൂൺ 9, അതുപോലെ MG യൂണിവേഴ്സിറ്റി ജൂൺ 7, കണ്ണൂർ യൂണിവേഴ്സിറ്റി ജൂൺ 17. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലാസ്റ്റ് ഡേറ്റുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ അതത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ശേഷം പിന്നീട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഓരോ സമയത്തും നിങ്ങൾക്ക് അവസരം കിട്ടും. എന്നാൽ നിങ്ങൾ ഓരോ സമയത്ത് എഡിറ്റ് ചെയ്യണമെങ്കിലും ഏകദേശം 200 രൂപയോളം ഈ ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഫീസായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസും കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരില്ല. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷയുടെ പുതിയ പ്രിൻ്റ് വിദ്യാർത്ഥികൾ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. കാരണം അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ്, അതായത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ നിങ്ങൾക്കറിയാം കേരള യൂണിവേഴ്സിറ്റിയുടെ ജൂൺ 15 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ജൂൺ 9-ാം തീയതിയാണ്, MG യൂണിവേഴ്സിറ്റി ജൂൺ 7-ാം തീയതിയാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ജൂൺ 17-ാം തീയതിയാണ്. അതുപോലെ വിവിധ ഓട്ടോണമസ് കോളേജ് ഉണ്ടാകും. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അതായത് ആ ഒരു ഓട്ടോണമസ് കോളേജ് വെബ്സൈറ്റുകൾ വഴി നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് ചോദിക്കുന്നതാണ്, വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ, അതായത് നിങ്ങൾ നിലവിൽ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാകും. നിലവിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന വിദ്യാർത്ഥികൾ ഓൾറെഡി ജയിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾ എപ്പോഴാണ് അപേക്ഷിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയുടെ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് വിവിധ യൂണിവേഴ്സിറ്റികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ലൈറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിലായിരിക്കും. MG യൂണിവേഴ്സിറ്റി സാധാരണ കണ്ടിന്യൂസ് ആയിട്ട് 4th അലോട്ട്മെൻറ്റ്, 5th അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളിൽ ഓരോ അലോട്ട്മെൻറ്റിലും പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം കൊടുക്കും. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഏകദേശം കണ്ടിന്യൂസ് ആയിട്ടുള്ള 4th അലോട്ട്മെൻറ്റ് ആ ഒരു രീതിയിലാണ് അലോട്ട്മെൻറ്റ് നടത്താറുള്ളത്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള അവസരം നൽകും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
അപ്പോൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡിഗ്രി കോഴ്സുകളിൽ നിങ്ങൾ സാധാരണ +1 ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകൾ നടത്താറുണ്ട്. എന്നാൽ ഈ ഒരു യൂണിവേഴ്സിറ്റികളിൽ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് ഈ ഒരു അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയിട്ട് അതായത് ഏത് കോഴ്സാണോ താല്പര്യമുള്ളത് ആ ഒരു ഓപ്ഷൻ വെക്കുന്ന സമയത്ത് അതിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാറാനായിട്ട് സാധിക്കുക. അതുപോലെ ആ ഒരു കാര്യം നമുക്ക് ഓപ്ഷൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നോക്കാം. ഒരു വിദ്യാർത്ഥിക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയിലും 20 ഓപ്ഷൻസ് ആണ് കൊടുക്കാൻ പറ്റുക. നിങ്ങളുടെ നാട്ടിലുള്ള കോളേജ് ഏത് യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു കോളേജിൻ്റെ ആ ഒരു കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ആ ഒരു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 20 ഓപ്ഷൻസ് ആണ് കൊടുക്കാനായിട്ട് പറ്റുക. 20 ഓപ്ഷൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നതും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാനായിട്ട് അങ്ങനെ നിന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അങ്ങനെ ഹോസ്റ്റൽ സൗകര്യമുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണ്, അതുപോലെ ആ ഒരു കോളേജ് ഏതൊക്കെയാണ് എന്നിവയുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്, അത് നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് ഏത് കോളേജിലാണ് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രയോറിറ്റി അനുസരിച്ച് വേണം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷൻസ് ഒന്നും കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, അത് ഫീസ് അടച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ട്രയൽ അലോട്ട്മെൻറ്റ് മുമ്പ് ഈ ഒരു അപേക്ഷ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങളൊരു ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫീസ് അടച്ച് നിങ്ങൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുകയും പിന്നീട് ഏകദേശം സെക്കൻഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ്, ചില യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് അഡ്മിഷൻ നേടാൻ പറയുക, ചില യൂണിവേഴ്സിറ്റിയിൽ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് അഡ്മിഷൻ നേടാനായിട്ട് പറയുക. ചില യൂണിവേഴ്സിറ്റികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പറയും. അപ്പോൾ അത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ഒരു ഫീസ്, അത് നിശ്ചിത ഫീസ് സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് അടക്കണം. അങ്ങനെ ഫീസ് അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 20 ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ 20 ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണാം, ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 20 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 20 ഓപ്ഷനാണ് കൊടുക്കാൻ പറ്റുക. നിങ്ങൾക്ക് താല്പര്യമുള്ളത്ര ഓപ്ഷൻസ് കൊടുക്കാം. 20 തന്നെ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 ഓപ്ഷൻസോ അല്ലെങ്കിൽ വേണമെങ്കിൽ 5 ഓപ്ഷനോ, നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എവിടെയൊക്കെയാണുള്ളത്, ഏതൊക്കെ കോളേജുകളിലാണുള്ളത്, നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോളേജ് ഏതൊക്കെയാണ്, ഹോസ്റ്റൽ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ താല്പര്യമുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് കോളേജുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളുണ്ട്. അപ്പോൾ ഇത് നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. ഗവൺമെൻറ് കോളേജിൽ വളരെയധികം ഫീസ് കുറവായിരിക്കും. ആദ്യ വർഷം ഏകദേശം ചെറിയൊരു ഫീസ്, അതായത് ഏകദേശം ഒരു 6000, 7000 അല്ലെങ്കിൽ 9000 രൂപയ്ക്കുള്ളിലൊക്കെ ആയിരിക്കും ഫീസ് ഉണ്ടാവുക. ആകെ ഫീസ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നീട് ഫീസൊന്നും വരില്ല. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിലോ അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലെ സെൽഫ് ഫിനാൻസ് കോഴ്സുകളുണ്ടാകും. ഈ ഒരു സെൽഫ് ഫിനാൻസ് കോഴ്സ് എന്ന് പറയുമ്പോൾ കോഴ്സിൻ്റെ ബ്രാക്കറ്റിൽ SF എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെൽഫ് ഫിനാൻസ് കോഴ്സ് ആയിരിക്കും. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോഴ്സിന് ഫീസ് കൂടുതലായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സെൽഫ് ഫിനാൻസ് കോഴ്സിന് ഫീസ് കൂടുതലായിരിക്കും എന്ന് പറയുമ്പോൾ സെമസ്റ്റർ വൈസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീസ് വരിക. ഇപ്പോൾ കൊമേഴ്സ് അല്ല BCom ഒക്കെ ആണെങ്കിൽ ഏകദേശം 16,000 രൂപയൊക്കെ ആയിരിക്കും സെമസ്റ്ററിന് വരിക. സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോഴാണ് ഓരോ സെമസ്റ്റർ വരിക. ഇപ്പോൾ FIUGP കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 8 സെമസ്റ്റേഴ്സാണ് ഉണ്ടാകുക. 8 സെമസ്റ്റേഴ്സിനും ഓരോ സെമസ്റ്ററിനും ഫീസ് അടക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ BCA ഇതുപോലെ തന്നെയുള്ള BBA ഇതുപോലുള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ അതിന് ഫീസ് കൂടുതലായിരിക്കും. അതായത് 16,000 അല്ല, ഏകദേശം ഒരു 25,000, 20,000 രൂപയ്ക്ക് മുകളിലൊക്കെ ആയിരിക്കും സെമസ്റ്റർ ഫീസ് വരിക. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് ഉണ്ടാകും, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാം ഫീസ് ഉണ്ടാകും. ഇതുപോലുള്ള സെപ്പറേറ്റ് ഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലെയും ഫീസ് എത്രയാണ് എന്നുള്ളത്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഫീസ് സ്ട്രക്ചർ കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ ഒരു അഡ്മിഷൻ്റെ പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികൾ അവരുടെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഓരോ കോഴ്സിനും എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ് കോളേജിൽ എത്ര, സെൽഫ് ഫിനാൻസിൽ എത്ര, എയ്ഡഡിൽ എത്ര, സെൽഫ് ഫിനാൻസ് കോഴ്സിന് എത്ര വരുന്നു എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് കോളേജിൽ ഫീസ് കുറവായിരിക്കും. സെൽഫ് ഫിനാൻസിൽ എയ്ഡഡിലോ സെൽഫ് ഫിനാൻസ് കോഴ്സുകൾ കിട്ടുകയാണെങ്കിൽ, സെൽഫ് ഫിനാൻസിൽ ഏത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് കൂടുതലാണ്. എയ്ഡഡ് കോളേജുകളിൽ ഈ ഒരു സെൽഫ് ഫിനാൻസ് അല്ലാത്ത കോഴ്സിന് ഫീസ് കുറവായിരിക്കും. എന്നാൽ സെൽഫ് ഫിനാൻസ് കോഴ്സുകളാണ് എങ്കിൽ അതിന് ഫീസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതനുസരിച്ച് വേണം ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ, അതായത് ഇത്രയും ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് കൊടുത്ത ശേഷം അത് നിങ്ങൾക്കിപ്പോൾ 20 ഓപ്ഷൻ മാക്സിമം കൊടുക്കാം. ഇത്രയും ഓപ്ഷൻ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമല്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 ഓപ്ഷൻ ആണെങ്കിൽ 4 ഓപ്ഷൻ കൊടുക്കാം, വേണമെങ്കിൽ 10 ഓപ്ഷൻ കൊടുക്കാം, 8 ഓപ്ഷൻ വേണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ് എത്ര ഓപ്ഷൻ കൊടുക്കണമെന്നുള്ളത്.
അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന ഏത് കോളേജും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഫീസ് കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അതുപോലെ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ 10ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ 11 തൊട്ടുള്ള 20 വരെയുള്ള എല്ലാ ഓപ്ഷൻസും റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ അതിനുശേഷം പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത് നിങ്ങളുടെ ബാക്കിയുള്ള ഓപ്ഷനുകളാണ്. ബാക്കിയുള്ള ഈ ഒരു ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ തന്നെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് പറയും. അപ്പോൾ കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഉണ്ട്, അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ ഉണ്ട്. ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫീസൊന്നും എടുക്കേണ്ടതില്ല. ഫീസൊന്നും അടക്കാതെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കോളേജിൽ പോയിട്ട് കൊടുത്ത് അവിടെ അഡ്മിഷൻ നേടുന്നതാണ്. അതുപോലെ ചില യൂണിവേഴ്സിറ്റികൾ ആണെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ, അതായത് താൽക്കാലിക അഡ്മിഷൻ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ ഓൺലൈനായിട്ട് വെബ്സൈറ്റ് വഴി നിങ്ങൾ ഫീസ് എന്ന് പറയുമ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യേണ്ട ഒരു ഫീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് അത് ആ ഒരു കോളേജിനെ ജസ്റ്റ് ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി. അതായത് അവരുടെ സീറ്റ് അവിടെ താൽക്കാലികമായിട്ട് കൺഫേം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി എന്നാണ് MG യൂണിവേഴ്സിറ്റിയുടെ ഇതൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരിട്ട് പോവുകയോ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഏകദേശം ആ ഒരു രീതിയിലാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ കൃത്യമായിട്ട് ആ ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് അവിടെ നിങ്ങൾ ഫീസ് അടച്ചു, ആ ഒരു സീറ്റ് കൺഫേം ചെയ്തു. ഫീസ് അടച്ചിട്ടില്ലെങ്കിലുള്ള പ്രധാന പ്രോബ്ലം, ഫീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1000 രൂപക്കുള്ളിൽ മാത്രമേ ഫീസൊക്കെ വരത്തുള്ളൂ. അതായത് ഈ ഒരു സീറ്റ് കൺഫേം ചെയ്യാനുള്ള ഫീസ് അത്രേ വരത്തുള്ളൂ, യൂണിവേഴ്സിറ്റി കിടക്കാനുള്ള ആ ഒരു ഫീസ് അത്രേ വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അടച്ച ശേഷം പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടാതെ ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് അതായത് ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ മതിയെങ്കിൽ അവിടെ ഫീസ് അടച്ച് ആ ഒരു ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഫീസൊന്നും അടച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടി വിചാരിക്കുക. അതായത് 10ാമത്തെ ഓപ്ഷനാണ് ആദ്യം കിട്ടിയത്, എന്നാൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ 7ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു 8 മുതൽ 10 വരെയുള്ള അത് മുമ്പ് കിട്ടിയുള്ള ആ ഒരു ഓപ്ഷൻ കൂടി ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും. അതിനുശേഷം പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അവിടെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഓരോ യൂണിവേഴ്സിറ്റിയും ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഏകദേശം ചില യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം പോയിട്ട് അഡ്മിഷൻ നേടാൻ പറയും. ചില യൂണിവേഴ്സിറ്റി ആണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് അഡ്മിഷൻ നേടാനായിട്ട് പറയുക. ചില യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാനൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി എന്താണോ പറയുന്നത് അതനുസരിച്ച് പോയിട്ട് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ സീറ്റ് കൺഫേം ചെയ്യാൻ ഫീസ് അടക്കണം. അത് ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിട്ട് ഒന്നുകിൽ ചില യൂണിവേഴ്സിറ്റി പെർമനൻറ്റ് അഡ്മിഷൻ തന്നെ എടുക്കണം പറയും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ടാണ് പറയുക. അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികൾ ഓൺലൈനായിട്ട് ടെമ്പററി അഡ്മിഷൻ നേടാമെന്ന് പറയും. ചില യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ യൂണിവേഴ്സിറ്റി എന്താണ് പറയുന്നത് അതനുസരിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനായിരിക്കും പിന്നീട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻ ഏതാണോ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടി ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതിന് ഇനി മറ്റൊരു ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റിൽ ഫീസ് അടച്ചുകൊണ്ട്, അത് സീറ്റ് ഓൾറെഡി കൺഫേം ചെയ്യാനായിട്ട് ഫീസ് അടക്കണം, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പുറത്താക്കപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ചില യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട്, അതായത് ഇപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ ഇനി ചില വിദ്യാർത്ഥികൾക്കെങ്കിലുമുള്ള സംശയമായിരിക്കും, അതായത് ഇപ്പോൾ 7ാമത്തെ ഓപ്ഷനിൽ അല്ലെങ്കിൽ 5ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ 10ാമത്തെ ഓപ്ഷനിൽ തന്നെ അഡ്മിഷൻ മതിയായിരുന്നു എന്നുള്ള ചിന്താഗതി ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷന് ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് വീണ്ടും, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓൾറെഡി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഓപ്ഷൻ നൽകാനുള്ള സൗകര്യമുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തണം. അങ്ങനെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന ചില യൂണിവേഴ്സിറ്റികൾ സപ്ലിമെൻ്ററി ആണ് അലോട്ട്മെൻ്റ് ആയിട്ട് നടത്തുക എന്ന് പറഞ്ഞു, ചില യൂണിവേഴ്സിറ്റികൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള അടുത്ത അലോട്ട്മെൻ്റ് ആയിട്ടാണ് നടത്തുക എന്നും പറഞ്ഞു. അപ്പോൾ ഇതനുസരിച്ച് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറ്റം കിട്ടുന്ന സമയത്ത് അങ്ങനെ മാറാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ചില യൂണിവേഴ്സിറ്റികൾ പറയും അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ പിന്നീട് അലോട്ട്മെൻറ്റുകളിൽ ഓപ്ഷൻസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അത് സാധാരണ ഏകദേശം ഏത് യൂണിവേഴ്സിറ്റിയാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഓരോ വർഷം വരുന്ന നിബന്ധനകൾ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക.
അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് അതായത് എല്ലാ അലോട്ട്മെൻറ്റുകളിലും നിങ്ങൾ നോക്കി എന്നിട്ടും നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നില്ല, അതായത് മറ്റൊരു കോളേജിലേക്ക് മാറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീടുള്ളതാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള രീതിയിൽ അലോട്ട്മെൻറ്റ് നടത്തും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൽ പോയിട്ട് പങ്കെടുത്ത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് അങ്ങനെ മാറാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനൊക്കെ ശേഷം ഏറ്റവും ലാസ്റ്റ് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് കോളേജ് തലത്തിലുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടും. അപ്പോൾ ഇന്ന ദിവസം 12 മണിക്കുള്ളിൽ അല്ലെങ്കിൽ 11 മണിക്കുള്ളിൽ കോളേജിൽ വന്നിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിന് രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെ പങ്കെടുത്ത് നിങ്ങൾക്ക് കോളേജുകൾ മാറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ മാറാനായിട്ട് കഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തിയാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ്, ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന കോളേജും അഡ്മിഷൻ നേടിയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ മാത്രമായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അല്ലാതെ ഇഷ്ടമില്ലാത്ത കോളേജോ കോഴ്സുകളോ ഓപ്ഷനായിട്ട് വെക്കരുത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു രീതിയിൽ മാറാനായിട്ട്, അതായത് ട്രാൻസ്ഫർ ലഭിക്കുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതായത് നേരിട്ട് ട്രാൻസ്ഫർ ഇല്ല, അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാറാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ചോദിച്ച കാര്യമായിരുന്നു ബിടെക് കോഴ്സ് ഡിഗ്രിയിലെ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ബിടെക് കോഴ്സ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം ഈ അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഈ ഒരു CEE ഓഫീസാണ്. CEE ഓഫീസ് അതായത് കീമിൻ്റെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ അതുവഴിയാണ് എഞ്ചിനീയറിംഗിൻ്റെ പ്രവേശനം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.